ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന ഒരു സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമ്മൾ കുറേ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ ബാച്ചസിനെ സക്സസ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ആണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, കുറേ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചില ആളുകൾ പുതിയതായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടാവും, അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മളാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ നിങ്ങൾ അതേപോലെ എഴുതിയെടുത്താൽ മതി. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു 60% മാർക്ക് നമുക്ക് കിട്ടുന്നത്. കൂടാതെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ബേസിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കണ്ടൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള ഓരോ എന്താ പറയുക, ക്വസ്റ്റ്യൻ ഇപ്പോൾ എക്സാമ്പിൾ ഒരു എസ്സേ ആണെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷന് താഴെ പിന്നെ എക്സ്പ്ലനേഷൻ ദെൻ കൺക്ലൂഷൻ ആ ലെവലിലാണ്. അപ്പോൾ കണ്ടൻറ് എന്താണ്, ഇന്നർ മീനിങ്ങിലെ ഉള്ളടക്കം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നല്ല കുറച്ചൊക്കെ ടഫാണെന്ന് പലരും പറയുന്നുണ്ട്. നിങ്ങളതൊന്നും കേട്ട് ഭയപ്പെടേണ്ട. നമ്മളത് സിമ്പിളാക്കി ക്ലാസ് തരുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കാൻ മാത്രം നോക്കുക, എന്നിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അറിയാലോ, 8 സെമിസ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 8 സെമിസ്റ്റർ, അതായത് 4 വർഷം അല്ലേ. അസൈൻമെൻറ്റ് ഓരോ വിഷയത്തിനും അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടാവും. സെമിസ്റ്ററിൽ എക്സാം വരും. അപ്പോൾ എത്ര എക്സാം ഉണ്ടാവും? 8 എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ, ഇനി നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഓരോ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അങ്ങനെയുള്ള ഓരോ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്ത് പഠിക്കുകയും ചെയ്യും, എന്താണ് വിഷയം, എന്താ നമ്മൾ പഠിക്കുന്നത് നമുക്കറിയണമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞ വിഷയമാണ്. സോഷ്യോളജിയാണ് നമ്മുടെ ഡിഗ്രി സോഷ്യോളജി ഉള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്. അവർക്ക് അവരുടെ ഒരു ഫസ്റ്റ് സെമിസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ദ ടൈപ്സ് ഓഫ് ടൂറിസം എന്ന് പറയുന്ന എസ്സേ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ എസ്സേ ക്വസ്റ്റ്യൻ 12 മാർക്സിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നന്നായിട്ട് കണ്ടന്റ് മനസ്സിലാക്കണം. കൂടാതെ ഇതിൻ്റെ പ്രത്യേകത ദ ടൈപ്സ് ഓഫ് ടൂറിസം, അതായത് എത്ര ടൈപ്സ് ഉണ്ട് ഇത് ആദ്യം ടൈപ്സ് ഓഫ് ടൂറിസത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ദർ ആർ 1 2 3 4 5 6 7 ഒരു 7 ടൈപ്സ് ഓഫ് ടൂറിസം ഇൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ എത്ര തരം ടൂറിസം ഉണ്ട്? 8 തരമുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, മനഃപ്പാഠമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം. അല്ലാതെ നല്ല ബ്രെയിനൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അന്ന് പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാർ, അവരെങ്ങനെ പഠിക്കണം, ജസ്റ്റ് നോക്കിയാലൊക്കെ മനസ്സിലാകുന്നവരുണ്ടാവും. അല്ലാത്തവർ നോർമലുള്ള കുട്ടികളോടാണ് പറയുന്നത്, ഇതിങ്ങനെ തന്നെ പഠിക്കണം. ഓരോന്നും പഠിക്കണം. അതിന് താഴെ എക്സ്പ്ലനേഷനും ഒരു ചെറിയൊരു പാരഗ്രാഫ് എക്സ്പ്ലനേഷനും കൊടുക്കുമ്പോൾ മാത്രം 1.5 പേജായിട്ട് വരും. അപ്പോൾ നമുക്ക് മാർക്കും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഏതൊക്കെ തരം ടൂറിസം ആണുള്ളത് എന്ന് ചോദിച്ചാൽ ലിഷർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, റിലീജിയസ് ടൂറിസം, പിന്നെന്താണ് സ്പിരിച്വൽ ടൂറിസം, വൈൽഡ് ലൈഫ് ടൂറിസം, അഡ്വാഞ്ചറസ് ടൂറിസം, ഹാർഡ് അഡ്വാഞ്ചറസ് ടൂറിസം. ഈ ഇതിൽ തന്നെ ഈ എന്താ പറയുക, ലെഷർ ഇതിൽ ഓരോന്നും ഓരോ ഹെഡിങ് കേട്ടാൽ തന്നെ അറിയാം എന്ത് തരം ടൂറിസമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിഷർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ടൂറിസം. ആ ലെവലിൽ ആളുകൾ യാത്ര പോകുന്നുണ്ട്. അഡ്വാഞ്ചറസിന് പോകുന്ന എത്രയോ ആളുകളുടെ സാഹസിക യാത്രികർ നമുക്ക് ചില ദിവസം നമുക്ക് കാണാറുണ്ട്. നമ്മളെ പിന്നെ റോഡിലൂടെയൊക്കെ ഒരു ജീപ്പിൽ ഒരേ കളർ ഡ്രസ്സ് ഇട്ട ചെക്കന്മാരൊക്കെ അല്ലെ, ചിലപ്പോൾ ബൈക്കിൽ പോകും. ഒരു ബൈക്ക് 2 ആൾ വീതം, ഒരു 5-6 ബൈക്ക് പോകും. ഒരുമിച്ച് അവർ പോയിരിക്കും. ഏതോ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലെ ട്രക്കിങ്, സാഹസികമായി യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അങ്ങനെ പോകുന്നൊരു ടീം വേറെ ഉണ്ടാവും. അപ്പോൾ അവർക്കുള്ള ആ ഒരു എന്താ പറയുക, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അതായത് വിദേശത്തിലേക്കല്ലെങ്കിലും ടൂറാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതാണ് അഡ്വാഞ്ചറസ് ടൂറിസം എന്ന് പറയുന്നത്. ലിഷർ ടൈം എന്ന് പറഞ്ഞാൽ റിലാക്സേഷനാണ്. നെക്സ്റ്റ് റിലീജിയസ് ടൂറിസം, അതായത് എക്സാമ്പിൾ ബുദ്ധവിഹാരങ്ങൾ. എന്താ ഈ ബുദ്ധവിഹാരങ്ങൾ? പിന്നെ മിനാരങ്ങൾ, ക്ഷേത്രങ്ങൾ, പിന്നെ എന്താ പറയുക, ആഗ്രയിലുള്ള നമ്മുടെ ഡൽഹിയിലുള്ള താജ്മഹലൊക്കെ എന്താണ് നമ്മുടെ ഉത്തമ ഉദാഹരണമാണ്. എന്തിൻ്റെ? സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ആണ്.
ഇതിനേക്കാൾ ഉപരി നല്ലൊരു ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയാണ് ഇന്ത്യയിലെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ടൂറിസ്റ്റുകളെ അങ്ങോട്ട് പോവാൻ തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എന്തിൻ്റെയാണ് അത് എന്തിൽ ഉൾപ്പെടുന്നു? റിലീജിയസ് ടൂറിസത്തിൽ അല്ലേ, മതപരമായിട്ട് ചില യാത്രകൾ, തീർത്ഥാടനങ്ങൾ, കാശി ഗോദാവരി എന്താണ് പറയല്, ഗോദീശ്വരോ, അങ്ങനത്തെ കുറേ ക്ഷേത്രങ്ങളുണ്ട്, അവിടേക്ക് പോകുന്നതാണ് അതും റിലീജിയസിൽ വരും. പിന്നെ കൾച്ചറൽ ടൂറിസം എന്ന് പറഞ്ഞാൽ കുറേ കൾച്ചറലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ വയനാട്ടിൽ ഇടക്കൽ ഗുഹയിൽ കുറേ എന്തുണ്ട് കാണാനൊക്കെ. ഗുഹേൻ്റെ ഉള്ളിൽ ഇറങ്ങിയ പണ്ടുകാല ആളുകൾ വരച്ചിട്ടിരിക്കുന്ന പല അമ്പും വില്ലും ട്രേഡിനെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഴയ പിന്നെ കൾച്ചർ, അതായത് സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന തരം നാണയങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ മുഗൾ രാജവംശ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, പിന്നെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാൻ പലതും പല ഗുഹകളിലും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിക്കലായിട്ട് ആളുകളെ ആകർഷിപ്പിക്കാനും കാണാനും. അപ്പോൾ വയനാട്ടിൽ ഇടക്കൽ ഗുഹയിലും ഉണ്ട് അല്ലേ, അമ്പും വില്ലും അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കരിങ്കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അപ്പം അന്നത്തെ കാലത്ത് ജനങ്ങളത് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് അത് അവിടെ കൊത്തി വെച്ചിരിക്കുന്നത് അല്ലെ, അതൊക്കെ കാണാൻ ആളുകൾ. അപ്പോൾ അത് കൾച്ചറൽ ടൂറിസം. ദെൻ സ്പിരിച്വൽ ടൂറിസം, വൈൽഡ് ലൈഫ്. എന്താണ് വൈൽഡ് ലൈഫ് പറഞ്ഞാൽ? വന്യമൃഗങ്ങൾ, അത് കാണുന്നതും ടൂറിസ്റ്റാണ്. നിങ്ങൾ കണ്ടിട്ടില്ല നമ്മുടെ വൈൽഡ് ലൈഫ്, നമ്മുടെ ഇതുണ്ടല്ലോ ചാനൽ, അതിലൊക്കെ കുറേ കടുവകൾ പോകുന്നത്, ഓരോ വന്യമൃഗങ്ങളുടെയും ജീവിത രീതി, അവരുടെ പിന്നെ ആഹാരക്രമങ്ങളൊക്കെ കറക്റ്റ് കാണുന്നുണ്ടല്ലോ. നമ്മൾ ജോഗ്രഫിക് ചാനൽ കാണുന്നില്ലേ, അത് വെറുതെ കാണിക്കുന്നതല്ലല്ലോ, അത് കാണാൻ പോകുന്ന ടൂറിസ്റ്റുകൾ, അതൊരു മെയിൻ ഹോബി അല്ലേ, അത് കാണിട്ട് മറ്റുള്ളവരെ ജനങ്ങൾക്ക് അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് കാണണമല്ലോ. അതും എന്താണ് ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ദെൻ അഡ്വഞ്ചർ ടൂറിസം ആൻഡ് ഹാർഡ് അഡ്വഞ്ചർ ടൂറിസം. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ടൂറിസമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ വേറെ ടൈപ്സ് ഓഫ് ടൂറിസം ടൂറിസം വേരിയസ് അക്കോർഡിംഗ് ടു ദി ലെങ്ത് ഓഫ് സ്റ്റേ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ട്രിപ്പ് ഓഫ് പർപ്പസ് ഓഫ് ടൂറിസ്റ്റ് പ്ലേസിലെ ഒരു ട്രിപ്പിൻ്റെ പർപ്പസ് എന്തായിരിക്കും. ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് ടൂർ കൊണ്ടുപോകുന്നുണ്ട്, ട്യൂഷൻ സെൻറ്ററുകളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, അംഗൻവാടിയിൽ നിന്ന് വരെ ചില കുഞ്ഞു മക്കളെ കൊണ്ട് തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ടൂർ, മ്യൂസിയം സന്ദർശിക്കാനും. അത് ടൂർ അല്ലെങ്കിലും ചെറിയൊരു റിലാക്സേഷൻ ആണ്, ചെറിയൊരു റിലാക്സേഷൻ ജേണി എന്നൊക്കെ പറയും നമ്മൾ. Then there are 4 primary types of tourism. എത്ര തരമാണ് പ്രൈമറി ടൈപ്സ് ഓഫ് ടൂറിസം? ഇന്റർനാഷണൽ, ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്രത്തിൽ മൊത്തത്തിൽ കറങ്ങുന്നത്. ഡൊമസ്റ്റിക് നമ്മളെ ഇന്ത്യക്കകത്തുള്ളിൽ കിടന്ന് കറങ്ങുന്നത് ടൂറ്. നെക്സ്റ്റ് ലോങ് ജേണി ആയിട്ട് പോകുന്നത്. ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള, ഓവറൊന്നും പോവാതെ കൊടൈക്കനാൽ, ഊട്ടി ഇവിടെ വെച്ച് പറയുകയാണെങ്കിൽ മീൻസ് കേരളത്തിൽ വെച്ച് പറയാം, കർണാടക, തമിഴ്നാട്, അങ്ങനെ ബോർഡർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അത്യാവശ്യം അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്, ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ഡിസ്റ്റൻസ് ടൂറിസം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഡിസ്റ്റൻസിനെയാണ് ലോങ് ടേമും ഷോർട്ട് ടേം ആയിട്ടും തരംതിരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് മോർ ടൈപ്സ് ഓഫ് ടൂറിസം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ബിലോ. നെക്സ്റ്റ് പറയുന്നതാണ് ലിഷർ ടൈം ടൂറിസം. പിന്നെ ലിഷർ ടൈം ടൂറിസം ഓൾസോ നോൺ ആസ് റീക്രിയേഷണൽ ടൂറിസം എന്നും ലിഷർ ടൈം ടൂറിസം അറിയപ്പെടുന്നു. റെഫേഴ്സ് ടു ട്രാവൽ ഫോർ റിലാക്സേഷൻ. എന്തിനു പോകുന്നത്? അവരൊക്കെ ട്രാവൽ ഫോർ റിലാക്സേഷന് പോകുന്നത് അല്ലേ. ദെൻ ഷിൽന, ഡാർജിലിംഗ്, ഊട്ടി, ദെൻ കുളു മണാലി, മഹാബാലേശ്വർ, ദെൻ ഹിൽ സ്റ്റേഷൻസ്, പലതരം കുന്ന് ഏരിയകളിലുള്ള ക്ഷേത്രങ്ങളിലേക്ക്. ഇന്ത്യ ഫോർ സയൻറ്റിഫിക് ബ്യൂട്ടി ആസ് വെൽ ആസ് ഡിവേഴ്സ് ഓഫ് കൾച്ചറൽ ബാക്ക്ഡ്രോപ്സ് ആൻഡ് കൺട്രി ഓൾസോ ഹാസ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ ഗോവ. എവിടേക്കാണ് ബീച്ച്? ഗോവ ബീച്ചിലേക്ക് ആളുകൾ പോകുന്നു. ലെഷർ ടൈമാണ് ഇത്. ഫസ്റ്റിലെ ലിഷർ ടൂറിസം നമ്മൾ പറയുന്നത്. Then creates opportunities and job opportunity and promotes of infrastructure development. Critics argue the leisure tourism is other hand to result of environmental degradation and loss of local culture and higher living expenses. അവിടെയൊക്കെ പിന്നെ അത് എല്ലാത്തിനും ഒരു നെഗറ്റീവ് കാര്യം. അവിടെയൊക്കെ ഹയർ ലിവിങ് എക്സ്പെൻസ്. ലിഷർ ടൈം ആണ് ഏത് പറയുന്നത്? നമ്മളെ ഗോവ എന്ന് പറയുന്നത് അല്ലേ. ഗോവയിൽ എന്താണ്? ബീച്ചാണ്. ആ ബീച്ചിൽ എന്താണുള്ളത്? ഗോവ ബീച്ചിലെ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്നത് പലതരം പിന്നെ ബീച്ചിൽ ഇങ്ങനെ എന്താ പറയുക കാറ്റൊക്കെ കൊണ്ട്, അത് ലിഷർ ടൈമാണ്, റിലാക്സേഷൻ ആണ്. കൂടാതെ അവിടെ പക്ഷേ നെഗറ്റീവുള്ള ആൾക്കാർ എന്തൊക്കെ പറയുന്നു? ഇറ്റ്സ് പ്രൊമോട്ട്
ക്രിറ്റിക്സ് ആർഗ്യൂ ദാറ്റ് ലീഷർ ടൂറിസം ഈസ് അതർ ഹാൻഡ് ടു റിസൾട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. അതായത് ഇവർ കൊണ്ടുവന്ന് പല പ്ലാസ്റ്റിക്കും അതുകൊണ്ട് കടയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ കൂട്ടി കത്തിക്കുമ്പോഴൊക്കെ വായുമലിനീകരണം അതൊക്കെ ആ ലെവലിൽ നെഗറ്റീവിലേക്ക് പോകും. ലോസ് ഓഫ് ലോക്കൽ കൾച്ചർ, ഹയർ ലിവിങ് എക്സ്പെൻസസ്. അതെന്താണ്? ഹയർ ലിവിങ് എക്സ്പെൻസസ് ആണ്. അവിടെ ഭയങ്കരമായിട്ട് എന്ത് ചിലവ് കൂടുതലാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ടൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്യാഷ് കൊണ്ടാണ് എല്ലാവരും ടൂറ് പോവുക. നെക്സ്റ്റ് കൾച്ചറൽ ടൂറിസത്തിൽ പറയുന്നത് എന്താ? കൾച്ചറൽ ടൂറിസം ദ ടൈപ്പ് ഓഫ് ടൂറിസം ദാറ്റ് ഫോക്കസസ് ഓഫ് എ കൺട്രി ഓഫ് റീജിയൻ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ഹിസ്റ്ററി ആൻഡ് ആർക്കിടെക്ചർ. ഏറ്റവും കൂടുതൽ കൾച്ചറിൽ വരുന്നത് ആർക്കിടെക്ചറാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ പിന്നെ ആഗ്രയിലുള്ള നമ്മുടെ താജ്മഹൽ അതൊക്കെ നമ്മുടെ ശില്പികളിൽ ഏതോ ഒരു ശില്പി ഉസ്താദ് ഈസ എന്ന് പറയുന്ന ഒരാളാണ് താജ്മഹൽ പണിത്. നമുക്ക് നമ്മുടെ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് നമുക്ക് ചെറിയ കേട്ടറിവൊക്കെ ഉണ്ട്, എങ്കിലും അത് ശില്പമാണ്. ആ ശില്പിയാണ് ഉണ്ടാക്കിയത് അല്ലേ. അത്രയും മനോഹാരിതയുള്ളൊരു ശില്പം തന്നെയാണ് എന്ത് നമ്മുടെ താജ്മഹൽ. നെക്സ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. Then cultural tourism is a type of tourism that focuses the country of regions of culture, that is lifestyle, history and architecture. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഒക്കെ അതിന് ഭയങ്കരമായിട്ട് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും. ദെൻ ആർക്കിടെക്ചർ, റിലീജിയൻ, അതർ ആസ്പെക്ട്സ് ഓഫ് എൻപാസസ് ദ അർബൻ ടൂറിസം. അർബൻ ടൂറിസം എന്ന് പറഞ്ഞാൽ നാഗരികമായി പട്ടണത്തിലൂടെ നമ്മൾ റിലാക്സേഷന് വേണ്ടി പോകുന്നതാണ്. particularly historical cities, cultural facilities such as museums, theatre, as well as rural tourism that highlights indigenous cultural tradition, value and lifestyle. അതായത് റൂറൽ ഏരിയ, ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിലൂടെ ഒരു ടൂറിസ്റ്റ് ആളുകൾ പോകുന്നത് എന്തിനായിരിക്കും? അവരുടെ കൾച്ചറും ട്രഡീഷണൽ ലൈഫൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും പോകുന്നുണ്ടല്ലോ ആളുകൾ. ടൂറായിട്ട് അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട ആളുകൾ വേറെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ഫാക്ടറീസ് ആൻഡ് ട്രഡീഷണൽ ക്രാഫ്റ്റ്, അവരുടെ കരകൗശലങ്ങൾ കാണാനൊക്കെ റൂറൽ ഏരിയയിലൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകളുണ്ട്. നെക്സ്റ്റ് ഫാക്ടറീസ്, അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കാണാൻ പോകുന്നവരുണ്ട്. ദെൻ ക്രിയേറ്റീവ് ടൂറിസം ആൻഡ് അതർ ഹാൻഡ് അലൗസ് ടു ടൂറിസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഒന്ന് ക്രിയേറ്റീവാണ്. ക്രിയേറ്റിവിറ്റി കാണുന്ന ആക്ടിവിറ്റീസാണ് ഇതെല്ലാം. ആൻഡ് സച്ച് എ പോട്ടറി, പെയിൻറ്റിങ് ആൻഡ് കുക്കിംഗ്.